ലോകത്തിലെ പ്രധാന മാറ്റങ്ങളിൽ പങ്കുവഹിച്ച എൻ്റെ ഗുരുവേ, നിനക്ക് ഞാൻ ദീർഘായുസ് ആത്മശാന്തി നേരുന്നു. ഞാനീ പ്രാർത്ഥിക്കണോണ്ട് വല്ല കാര്യമുണ്ടോ? പണ്ടത്തെ പോലെ ഇവിടെ കച്ചവടമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ആൾക്കാർക്ക് ഇപ്പോൾ അസുഖമില്ല. ഒരുത്തനീ വഴിക്ക് കയറണ്ട. നമ്മുടെ കയ്യിലാണെങ്കിൽ അവരുടെ പോലെ കയ്പുള്ള മരുന്നില്ല, ഓപ്പറേഷനില്ല, സ്റ്റിച്ചിങ് ഇല്ല. നമ്മളത് കൊടുക്കണം എന്താ? നല്ല മധുരമുള്ള ഒറ്റ കളർ ഗുളിക. അതും ഓരോരുത്തരും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വസിസാക. ഞാൻ പറയണത് വല്ലതും മനസ്സിലാവണുണ്ടാ? മോനെ അരവിന്ദ. അച്ഛാ ഇരിക്കച്ചാ, എന്താ സുഖം? ഒരാൾ വന്ന് ആ പറ എന്താ? ഹായ് മദാമ പൂടാ. മോനെ അരവിന്ദ, നീ എല്ലാ ദിവസവും ഈ പ്രതിമയോട് സംസാരിക്കുമ്പോഴേ നാട്ടുകാർ വിചാരിക്കും നിനക്ക് പ്രാന്താണെന്ന്. അച്ഛാ, പ്രതിമയല്ല, എൻ്റെ ഗുരു. എന്താ വിശേഷം? എന്താ മധുരകീടെന്താ? ആ വീട്ടിലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടുത്തെ മൂത്ത മകൻ്റെ അടുത്ത് പറഞ്ഞേണ്ടി വന്നേ എനിക്ക് ലജ്ജയുണ്ട് മകനെ, ലജ്ജയുണ്ട്. ഇതാണ് അച്ഛൻ്റെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നടനാവും. എടാ, ഇന്ന് നമ്മുടെ അമ്മയുടെ പിറന്നാളല്ലടാ. അത് മറന്നുപോയി. ഞാൻ പോയിട്ട് വിഷയം. നമുക്ക് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാം. എന്താ സർപ്രൈസ്? നമുക്ക് എല്ലാവർക്കും സാധനം പ്ലാൻ ചെയ്ത് സർപ്രൈസ് കൊടുക്കാം. പ്ലാൻ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. നോക്കണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോനെ അനിരുദ്ധ. എന്തോ പരിപാടിയാപ്പാ കാണിച്ചേ? നീ കഫീൻ മാത്രം കഴിക്കുമെന്ന് അറിയത്തില്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ. എൻ്റെ അച്ഛൻ മേടിച്ചോണ്ടാ കഫീൻ. സോറി അച്ഛാ. അഡ്ജസ്റ്റ് പുഴുങ്ങിയ മുട്ടയോ മുളപ്പിച്ച പയറോ വെള്ളത്തിലിട്ട കടലയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം. എടാ, അത് അച്ഛൻ്റെ വകേടാ. അച്ഛൻ്റെ വകയോ? സാധാരണ പലിശക്കാരനെ അച്ഛൻ ഈ കാശ് കൊടുത്ത് മധുരമൊന്നും വാങ്ങാത്താണല്ലോ. എടാ, നിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആടാ. അമ്മയുടെ ബർത്ത്ഡേയാ? എന്നിട്ടാണ് ഈ കൂതറ മാതാമ്മ കൂടെ കൊണ്ട് വന്നേക്കുന്നത്. ഇപ്പം അല്ല 10 ലഡുവോ ജിലേബിയോ മേടിച്ചോണ്ട് വരണ്ടേ എൻ്റെ അപ്പ? എടാ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടേ അവൾ അടുക്കളയിൽ നല്ല സൂപ്പർ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നിന്റെ ലഡു അല്ല വീട്. എന്തൊരു മണ്ടത്തരോ കാണിച്ചേ? ബർത്ത്ഡേ ആയിട്ട് അമ്മേനെ പിടിച്ച് അടുക്കള കയറ്റിയോ? നമുക്കെല്ലാം കൂടെ അടുക്കള കയറിയിട്ട് ഒരു ഗംഭീര സദ്യ ഉണ്ടാക്കി അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കത്തില്ലായിരുന്നു? അതിന് നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? യൂട്യൂബ് നോക്കിയാൽ പോരെ? ഈ യൂട്യൂബിൽ സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടാവൂടാ. അത് അമ്മ ഉണ്ടാക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതെ, യൂട്യൂബിന് യൂട്രസിന് നീ ഒരേ വില ഇടരുത്. കറക്റ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആകാശനെ വിളിച്ചിട്ട് അങ്ങോട്ട് വാ. ഞാൻ അപ്പോഴേക്ക് അമ്മ അടുത്തേക്ക് ചെല്ലട്ടെ. അതെന്തൊരു പരിപാടി അത്? അച്ഛൻ ഞങ്ങളെ രണ്ടുപേരും ഒന്ന് വിളിച്ച് മധുരമൊക്കെ തന്നില്ലേ? അപ്പോൾ അവനെന്താ രണ്ടാം കൂടിയിൽ ഉണ്ടായതാ? നമുക്ക് 3 പേർക്കും കൂടി അവനെ പോയി വിളിച്ചിട്ട് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. വയസ്സാം കാലത്ത് അച്ഛൻ ആരാ നോക്കുന്നത്? അവനല്ലേ? വാ.